ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അസാം കേരളയുടെ കീഴിൽ വന്നിട്ടുള്ള ഒരു ജോബ് നോട്ടിഫിക്കേഷനാണ്. ഗ്രാജുവേറ്റ് ഇൻറ്റേൺ എന്ന പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ സ്വീകരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി മാസം 6-ാം തീയതിയാണ്. അസാം കേരള ട്രിവാൻഡ്രം ഹെഡ്ക്വാർട്ടേഴ്സിലേക്കാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്. ഗ്രാജുവേറ്റ് ഇൻറ്റേൺ എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള വിദ്യാഭ്യാസ യോഗ്യത ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ 60% മാർക്കോടെ ഡിഗ്രി പാസ്സായിട്ടുള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ട്രെയിനിങ് ആൻഡ് ഡെലിവറി ഡിവിഷനിലേക്ക് 2 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ലൊക്കേഷൻ വരുന്നത് അസാം കേരള ഹെഡ്ക്വാർട്ടർ ട്രിവാൻഡ്രം. ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ. ഈ ഒരു പോസ്റ്റിന് ലഭിക്കുന്ന മന്ത്ലി സ്റ്റൈപ്പൻഡ് 12,500 രൂപയായിരിക്കും. ഈ പോസ്റ്റിൻ്റെ കീ റെസ്പോൺസിബിലിറ്റീസും നോട്ടിഫിക്കേഷനോടൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് കൃത്യമായി നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിരിക്കണം. അസിസ്റ്റ് പ്രോഗ്രാം മാനേജേഴ്സ് ഇൻ സ്മൂത്ത് ഓൺബോർഡിംഗ് ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ടു സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാം. കാൻഡിഡേറ്റ് സപ്പോർട്ട്, documentation and record keeping, perform any other duties assigned by the reporting officer. അടുത്തത് സ്കിൽ ഡിമാൻഡ് അഗ്രിഗേറ്റേഴ്സ് ഡിവിഷനിലേക്കും 2 വേക്കൻസിയാണ് ഉള്ളത്. ലൊക്കേഷൻ വരുന്നത് അസാം കേരള ഹെഡ്ക്വാർട്ടർ ട്രിവാൻഡ്രം തന്നെയാണ്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിനും ഗ്രാജുവേഷൻ തന്നെയാണ് യോഗ്യത വേണ്ടത്. 12,500 രൂപയാണ് ഈ പോസ്റ്റിന് ലഭിക്കുന്ന മന്ത്ലി സ്റ്റൈപ്പൻഡ്. ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് നോക്കുകയാണെങ്കിൽ സപ്പോർട്ടിംഗ് ദ ട്രെയിനിങ് ഇന്റേൺഷിപ്പ് ആൻഡ് പ്ലേസ്മെന്റ് ഡിവിഷൻ ഇൻ ഇറ്റ്സ് എഫേർട്ട് ടു identify and onboard skilled individuals for various employment opportunities, and this role will involve working closely with training service providers, recruiters and HR professionals to ensure a seamless and efficient internship or placement process. ഈ പോസ്റ്റിലേക്കുള്ള സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് റിട്ടൺ ടെസ്റ്റിൻ്റെയോ ഇൻ്റർവ്യൂവിൻ്റെയോ അടിസ്ഥാനത്തിലായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ തീർച്ചയായും അപേക്ഷിക്കാവുന്നതാണ്. 6-ാം തീയതിക്ക് മുന്നേ തന്നെ അപേക്ഷിക്കുക. ഓൺലൈനായിട്ട് അസാം കേരള ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ ക്വാളിഫൈഡ് ആണ്, അപേക്ഷിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായും അപേക്ഷിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.